നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ കഥയിലൂടെയാണ് അനുരാഗ് സാർ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ ഇന്നത്തെ ഇവന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നേരത്തെ ഓൾറെഡി സ്റ്റേജിലേക്ക് വന്ന ഒരു ഹാൻസം പ്രൊഡ്യൂസർ കൂടി ഉണ്ട് നമുക്ക്. പക്ഷെ നേരത്തെ അദ്ദേഹം വന്നെങ്കിലും മെമെന്റോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിച്ചില്ല. അപ്പൊ ഇവിടെ ഒരാള് വല്ലാതെ നിന്ന് വേർക്കുമ്പോൾ നമുക്കൊന്ന് കമ്പനി കൊടുക്കണ്ടേ? യെസ്. Okay, so here we are welcoming our handsome producer, yet another producer, Nariveda on stage. Ladies and gentlemen, everyone, with a big round of applause, let's welcome Shiaz Hassan. And ഒരു കാര്യം ശ്രദ്ധിച്ചോ അമിൻ, ടിപ്പുഷൻ സാറിന് ഷിയാസ് സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു സന്തോഷം വന്നു, ഒരു കോൺഫിഡൻസ് വന്നു. സ്റ്റേജിലേക്ക് ആളും കൂടി വരുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും വന്നില്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിലേക്ക് വന്നപ്പോൾ മാത്രം സ്പെഷ്യലായിട്ട് ആ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കയ്യടിയായിരുന്നു, ഭയങ്കരമായിട്ടുള്ള വിസിലായിരുന്നു. വാട്ട് ഈസ് ദ സീക്രട്ട്? അതെല്ലാം നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് എല്ലാവരും അല്ലേ? ആ പവർ ഒന്നുകൂടി കാണട്ടെ. And every film needs someone who believes in that movie, and we have two people here, producers. അല്ലേ? What do you feel now? ഒരു രണ്ട് വാക്ക് നരിവേട്ടയുടെ സക്സസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. What do you feel now? I feel proud and thankful. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പരിപാടി എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സിനിമയാണ്. ആണല്ലേ? ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സക്സസ്ഫുള്ളി നടന്നു അല്ലേ? നരിവേട്ട എന്ന മൂവി. ആൻഡ് ഇവിടെ എല്ലാവരും വന്നപ്പോൾ പറഞ്ഞ രണ്ട് പേരാണ് നിങ്ങളുടെ പേര്. ഈ ഒരു മൂവി നിങ്ങൾക്ക് ഒരു ഫാമിലി പോലെ തന്നെയാണ് ഈ മൂവിയിൽ ഇരിക്കുന്ന എല്ലാവരും അല്ലെ? ഈ മൂവിയിൽ ഇൻവോൾവ് ചെയ്ത എല്ലാവരും. അതെ അതെ. ഈ ഫിലിം തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ, പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടും. ഇതിൽ വർക്ക് ചെയ്ത പലരും, ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്തവരും ക്യാമറയുടെ മുന്നിൽ വർക്ക് ചെയ്തവരും എല്ലാം ഇപ്പോഴും നമ്മുടെ വളരെ നല്ല സുഹൃത്തുക്കളാണ്. ആദ്യത്തെ സിനിമയാണ്. സിനിമ പാഷനായിരുന്നു, സ്വപ്നമായിരുന്നു. അങ്ങനെ ആദ്യത്തെ സിനിമ എന്നുള്ളൊരു സ്വപ്നം നമ്മൾ അച്ചീവ് ചെയ്തു. അതിനെ കൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും വേറെ ഒരുപാട് ഹോബീസ് ഉണ്ടല്ലേ? ഓൺടർപ്രന്യൂഴ്സ് ആണ്, അതുപോലെ ഇന്ത്യ GCC ട്രേഡ് അംബാസഡർ ആണ്. അത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ആളാണ് ഇപ്പോൾ പ്രൊഡ്യൂസർ കൂടി ആയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഫ്ലാഗ്സിൻ്റെ എണ്ണം എണ്ണിത്തീരത്തില്ല, അത്രയും അധികം ഫ്ലാഗ്സ് അവിടെയുണ്ട്. അത്രയും എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സിനിമ, ആദ്യത്തെ സിനിമ ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയി നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഭാവി പരിപാടികൾ? തിരിച്ച് ഓൺടർപ്രന്യൂർഷിപ്പ് ആണോ ഫോക്കസ് ചെയ്തത്, അതോ will be back again next movie? ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മൾ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായാലും ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഈ ഒരു സിനിമയായിട്ട് ഒരു സ്ട്രോങ് എൻട്രി ഇൻഡസ്ട്രിയിലേക്ക് വന്നു എന്നാണ് ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നത്. ഇനി അത് കണ്ടിന്യൂ ശ്രമിക്കും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. We are also waiting. നരിവേട്ട നമ്മളെല്ലാവരും വലിയ വിജയമാക്കില്ലേ? ഇതുപോലെ തന്നെ ഡെഫിനറ്റ്ലി നല്ല സിനിമക്കായിട്ട് മലയാളി പ്രേക്ഷകർ എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലേ? ജസ്റ്റ് ഗോ അഹെഡ്. ചെറുതായിട്ട് ഇങ്ങനെ പേടിച്ച് കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടോ? ഇല്ല, പേടിയൊന്നുമില്ല, കൂളാണ്. ടിപ്പു ഞാൻ ഒരുമിച്ച് ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾ പാർട്ട്നേഴ്സ് ആണ്. ടിപ്പുവിന്റെ ഫ്രണ്ടാണ് അനുരാജ്, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ. അപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ അത് കഴിഞ്ഞ നാട്ടുകാരാണ്, ഒരേ നാട്ടുകാരാണ്. അപ്പോ അതായത് അനുരാജ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ടിപ്പു ദുബായിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇവരൊരുമിച്ച് കൊച്ചിയിലൊക്കെ വന്നിട്ട് മമ്മൂട്ടിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്. മമ്മൂക്കന്റെ കൂടെ ഫോട്ടോ എടുത്തുള്ളത് സത്യമാണ്. ആ ഫോട്ടോ എപ്പോഴും കയ്യിലുണ്ടോ? അപ്പൊ നമ്മൾ ഈ സിനിമ ചെയ്യണതിന് മുമ്പ് അനുരാജിനെ പറ്റി ടിപ്പു പറഞ്ഞ അങ്ങനെയാണ്, എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അനുരാജ്. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആദ്യം വേറൊരു സിനിമ ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. അത് കുറച്ച് തള്ളിപ്പോയതുകൊണ്ട്, ഡേറ്റ് ക്ലാഷ് ഒക്കെ ആയിട്ട് തള്ളിപ്പോയതുകൊണ്ട് നമ്മളിത് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫൈനലി സിനിമ റിലീസായി, പ്രേക്ഷകർ ഏറ്റെടുത്തപ്പോൾ സക്സസ് പാർട്ടിയിൽ നിൽക്കുകയാണല്ലേ? അതെ അതെ. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ഇതിൽ കൂടുതൽ ടിപ്പു തന്നെയായിരുന്നു നിന്ന് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തത്. ഞാൻ കൂടുതൽ ട്രാവലിംഗ് ആയിരുന്നു, ഞാൻ ഇടയ്ക്ക് ഉണ്ടാവുള്ളൂ. ടിപ്പു തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്തത്. സ്റ്റേജിൽ വന്നെങ്കിലും പ്രൊഡക്ഷന്റെ ക്രെഡിറ്റ് ഫുള്ള് ടിപ്പുവിന് തന്നെയാണ്. ഒന്നുമില്ല, നമ്മളൊന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞ താങ്ക് യു ഒന്നുകൂടെ പറയുന്നോ? ഇവിടെ ഒരാള് വാർന്ന് വരാതെ സംസാരിച്ചു നിൽക്കുകയാണെങ്കിൽ. പക്ഷെ എനിക്ക് മനസ്സിലായത് ടിപ്പു സാർ അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആളാണ്. മൈക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മിണ്ടാതിരിക്കുന്നുള്ളൂ അല്ലേ? അതാരാ അതേന്ന് പറഞ്ഞേ? ടിപ്പു
സ്റ്റേജിൽ മാത്രമേ സംസാരിക്കാത്തേ ഉള്ളൂ. അപ്പൊ പുറത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മൂവിയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഈ മൂവിയിലെ ബാക്ക് എൻഡിലും ഒരുപാട് പേര് ഇങ്ങനെയാണ്, നന്നായി സംസാരിക്കുന്നവരാണ്, പക്ഷെ മൈക്ക് കണ്ടാൽ മാത്രം കുറച്ച് പേടിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് പതുക്കെ മാറും. മിക്കവാറും അടുത്ത സിനിമയ്ക്ക് ഇനി ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ എല്ലാം സക്സസ് പാർട്ടിക്ക് സ്റ്റേജിലേക്ക് എത്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച ഒരു വലിയ പ്രാസംഗികൻ കൂടിയായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വിളിച്ചിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും, ഗസ്റ്റുകളും നമ്മുടെ ഫ്രണ്ട്സ് ദൂരെ നിന്ന് വന്നവരൊക്കെ ഉണ്ട്, എല്ലാവർക്കും നന്ദി. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നമുക്ക് മെമന്റോ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം വിത്ത് ബോത്ത് ഓഫ് യുവർ പ്രസൻസ്. യെസ്, രണ്ടുപേരും അവർ ഏറ്റവും ബാക്കിൽ നിന്നാണ് വരുന്നത്. ദയവായി ഇവരൊന്ന് കടത്തിവിടുക. നല്ലൊരു കൈഡി, മികച്ച കൈഡി നൽകിയ തന്നെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യണം. ട്രൈബൽ ടീമാണ് ഇപ്പോൾ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. നിറഞ്ഞ കൈയടിയോട് കൂടി തന്നെ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. അൺഡൗട്ടഡ്ലി നരിവേട്ട എന്ന സിനിമ നമുക്ക് നൽകിയൊരു വലിയ സന്ദേശവും അത് തന്നെയായിരുന്നു. നമ്മളിലേക്ക് മാത്രം ഉൾക്കൊള്ളാതെ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സഹജീവികളിലേക്ക് അവരുടെ ലോകം എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ശക്തമായിട്ടുള്ള മെസ്സേജ് തന്ന സിനിമയാണ്. ആൻഡ് നൗ നമ്മുടെ ട്രൈബൽ ടീം അംഗങ്ങൾ ഓരോരുത്തരാണ് വേദിയിൽ ഉപഹാരം ഏറ്റുവാങ്ങുന്നത്. ട്രൈബൽ ടീം മെമ്പേഴ്സായ മിസ്റ്റർ ദീപു ആൻഡ് മിസ്റ്റർ പ്രസാദ് എടുക്കാം അല്ലേ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്രസാദിന്റെ പാട്ടിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. എല്ലാവരും ഫ്രണ്ടിലേക്ക് കടന്നോളൂ. യെസ്, എല്ലാവരും ഫ്രണ്ടിലേക്ക് കയറി നിന്നോളൂ. ഒരുപാട് സന്തോഷം കാണുമ്പോൾ. അപ്പൊ എല്ലാവരും നല്ലപോലെ ചിരിച്ച് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്തോളൂ. ഓക്കെ, ഇനി അവിടെ ക്യാമറയിലേക്ക് നോക്കി നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നമുക്ക് പോസ് ചെയ്യാം. യെസ്. എന്നാ ഇപ്പൊ ഒന്ന് സൈലൻസ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല കൈയടി കൊടുത്താലോ? thunderous round of applause. ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതുപോലൊരു അവസരം ഇനി കിട്ടാനുള്ളത് അറിയില്ല, ഞങ്ങൾ സ്വപ്നം തന്നെയായിരുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഭാഗമായ പറ്റി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഞാൻ അതിൽ എഴുതി പാടിയ ചെറിയൊരു വരി പാടാം. നേരം വിലന്താ നേരം വിലന്താ നേരം വിലന്താ നേരം വിലന്താ എങ്കലാക്കിനാവുന കണ്ണു തുറന്ന ലേലേനോ നേരം വിലന്താ നേരം വിലന്താ നേരം വിലന്താ നേരം വിലന്താ എങ്കലാക്കിനാവുന കണ്ണു തുറന്ന ലേലേനോ ഇങ്ങൊരുക്ക വാത്തവ പെണ്ണേ കണ്ണത്തിലെ കതിരെടുപ്പാ ഇങ്ങൊരുക്ക വാത്തവ പെണ്ണേ കണ്ണത്തിലെ കതിരെടുപ്പാ വല്ലിക്കഞ്ഞി കാച്ചി കുടിച്ചു പാപ്പന പണിയെടുപ്പാ പോകണ്ട പെണ്ണേ വാത്തവ പെണ്ണേ ലേലേനോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി.
sir is here. Director ഉണ്ട്, നമ്മൾ അറിഞ്ഞു, പക്ഷെ ഇപ്പൊ ഇവിടെ Director sir, could you please come on to Jiten the Suresh stage? sir. Yes, he is here. Okay. Yes, അപ്പോൾ നമ്മുടെ ഡയറക്ടറും ആക്ടറും എന്താ ഇങ്ങനെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ എവ്രിബഡി ഈസ് ജസ്റ്റ് ഹൈപ്പിംഗ് അപ്പ് ദ ഫിലിം. മലയാള സിനിമ ഇനി കാണാനായിട്ട് പോകുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ത്രില്ലറാണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ റിലീസിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും വേണ്ടി നമ്മളൊരു ടീസർ ഒന്നുകൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ നമ്മളോട് സംസാരിക്കുന്നു, അതോ ടീസറിന് ശേഷം? അത് കഴിഞ്ഞ് സംസാരിച്ചാൽ മതിയോ? Okay. Yes. അത് കഴിഞ്ഞ് സംസാരിക്കാം. So, അപ്പോൾ yes, we can be the side of stage. So, ladies and gentlemen, എപ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോണർ ആണല്ലേ. സോ ഇന്ദ്രജിത്ത് ഏട്ടാ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നടനാണെങ്കിലും സഹനടനാണെങ്കിലും വില്ലനാണെങ്കിലും ഇനി കോമഡി കഥാപാത്രമാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ഓക്കെയാണ്. അപ്പൊ ഇനി ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയിലേക്ക് കൂടുതൽ അഭിനയ മുഹൂർത്തങ്ങളിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യണം അല്ലേ. ആദ്യം ആരിലേക്ക് മൈക്ക് തരണം? ആരാണ് നമ്മുടെ ത്രില്ല് കൂട്ടാനായിട്ട് പോകുന്നത്? ഡയറക്ടർ സർ സംസാരിക്കും അല്ലേ? ഓക്കെ, നമസ്കാരം, എൻ്റെ പേര് ജിതിൻ എന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു ക്രൗഡിനെ അഭിസംബോധന ചെയ്യുന്നത്. സോ എനിക്കതിന് നെർവസ്നെസ് ഉണ്ട്. അതും ഞാൻ ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. മായാനദി, കൽക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ഇതിൻ്റെ ഹോൾ ക്രൂവിനോട് എൻ്റെയും ധീരത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ടിപ്പു, ഞങ്ങളുടെ സുഹൃത്തും കൂടെയാണ്. അപ്പോൾ ധീരം ആക്ച്വലി നവംബറിൽ റിലീസ് ചെയ്യാണ്. ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിനു മുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ ചേട്ടനെ വെച്ച് ഈ പടം ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തോടും എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഇതിലൊരു ഡ്രാമയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് മൂവിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. വലിയൊരു സക്സസ് തന്നെ ആവട്ടെ ധീരം, അല്ലേ ഇന്ദ്രജിത്ത് ചേട്ടാ? അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെ. ആദ്യം നരിവേട്ടയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമ, ഒരു സബ്ജക്റ്റ് ഏറ്റെടുത്ത് അത് സംവിധാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അനുരാജ് മനോഹർ, അതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ആ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താൻ ചെയ്യുന്ന സിനിമ ജനങ്ങളോട് വിളിച്ച് പറയണം എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ടിപ്പു ആൻഡ് ഷിയാസ് ആൻഡ് ടോബി, AR പോലൊരു ഹ്യൂജ് കമേഴ്ഷ്യൽ സക്സസിന് ശേഷം ഇങ്ങനൊരു സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യുന്നൊരു സിനിമയ്ക്ക് കൈകൊടുത്ത് മുന്നോട്ട് വന്ന്, ഇതൊരു ബിഗ് സ്കെയിൽ സിനിമയല്ലെങ്കിൽ പോലും ഇത് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തതിന് ആൻഡ് എനിക്ക് തോന്നുന്നു, ഞാൻ സിനിമ കണ്ടതാണ്, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ് ടു ഡേറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ 25 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ടോബി ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു പാഷനുണ്ട്, ഒരു ഗ്രിറ്റ് ഉണ്ട്. ശരിക്കും അത് ടോബിയുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും, ടോബി സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ പറ്റും. അത് തന്നെ വെൻ യു ഡു ദാറ്റ്, വെൻ യു ഹാവ് ദറ്റ് പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. ആൻഡ് അത് ശരിക്കും നരിവേട്ട കണ്ടപ്പോൾ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൂടാതെ ജേക്സ് വെരി ഡിയർ ടു മീ. ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജേക്സിനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ജേക്സ്, ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ, അതെനിക്കൊന്ന് അയച്ചിരുന്നു, ഒന്ന് കേൾക്കാനാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയില്ല ഒരു സോങ് ആണെന്ന്, തമിഴ് സോങ്, ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് വി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട് ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റ് സുരാജ്, ആര്യ, ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു എവറിബഡി. ആൻഡ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ടീമിനും എൻ്റെ ആശംസകളും ഭാവങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ആൻഡ് ധീരം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പോലീസ് വേഷങ്ങളാണ്. 25 സിനിമകളോളം മറ്റായി പോലീസായിട്ട്. അപ്പം ഇനിയൊരു പോലീസ് വേഷം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം സമ്മാനിക്കുന്നൊരു സിനിമയായിരിക്കണം, അതൊന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആദ്യം ജിതിനെ പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജിതിനെ പോലീസ് ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആലോചിച്ചാൽ പോലെ എന്നൊക്കെ ഞാൻ സംസാരിച്ചു. ജിതിൻ ആർട്ട് ഫിലിം മേക്കറാണ്. ജിതിന്റെ വർക്ക്സും ജിതിൻ ചെയ്തിട്ടുള്ള ആൽബംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ല ചേട്ടാ അത് കേട്ട് നോക്കുമെന്ന് പറഞ്ഞാണ് ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു സീരിയൽ മർഡർ മിസ്റ്ററി ആണ് തീർച്ചയായിട്ടും. പക്ഷേ അത് മാത്രമല്ല ഈ സിനിമ, അതിനപ്പുറത്തൊരു സോഷ്യൽ ഇഷ്യൂവിനെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയാണ്.
ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഡെയിലി പത്രത്തിലുമൊക്കെ വായിക്കുന്ന ന്യൂസിലുമൊക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, അത് കാരണം ഇവൻച്വലി ആരാണ് ബാധിക്കപ്പെടുന്നത്, അങ്ങനെയുള്ളവരുടെ കഥയും കൂടെ പറയുന്ന ഒരു സിനിമയാണ് തീരം എന്ന സിനിമ. സോ മോർ ദൻ എ ത്രില്ലർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും തീരം. ഒരു എന്റർടൈനർ ആയിരിക്കും. ഈ സിനിമ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. നവംബറിൽ സിനിമ റിലീസ് ചെയ്യണം. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പോയി കാണുന്നതായിരിക്കും. നമ്മളെല്ലാവരും പറഞ്ഞ മലയാളം സിനിമയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തീരം മൂവിയും നല്ലൊരു ഉയർച്ചയിൽ തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യേണ്ട, സക്സസ്സിലെത്തട്ടെ. നമുക്ക് ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് ഒരുപാട് നന്ദി. ടീസർ മാത്രമല്ല, നമുക്കൊരു ലിറിക്കൽ വീഡിയോ കൂടെ പ്രസന്റ് ചെയ്യാനുണ്ട്. സോ ഡു യു വാണ്ട് ടു ബി ഹിയർ ടു ഹാവ് എ ക്ലോസർ ലുക്ക്? യെസ്, താഴെ ഇരുന്ന് സ്വസ്ഥമായിട്ട് കണ്ട് എൻജോയ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രസൻസ് സ്റ്റേജിലേക്ക് ഒന്നുകൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. Please come on to the stage again, please. ജിതിൻ സുരേഷ്, ഡയറക്ടർ സർ, നമ്മൾ വീണ്ടും സെൻട്രൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? And we are going to welcome yet another star to the stage. ഒരു പക്ഷേ എപ്പോഴും അദ്ദേഹത്തിന് ഇൻട്രോ കൊടുത്ത് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നതിനായിട്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഫാക്ടർ എപ്പോഴും കൂടുതലാണ്. ഐ ലവ് ടോക്കിംഗ് അബൌട്ട് ഹിം ഓവർ ആൻഡ് ഓവർ. കാരണം സ്വപ്നം കാണുന്നവർക്ക് കഷ്ടപ്പാടിലൂടെ, ഹാർഡ് വർക്കിലൂടെ ആ സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഉദാഹരണമാക്കി, മാതൃകയാക്കി നിലകൊള്ളുന്ന ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഒരു ആക്ടർ എന്ന പദവിയിൽ നിൽക്കുമ്പോൾ, ഒരു സെലിബ്രിറ്റി എന്ന പദവിയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ആരും കണ്ട് പരിചിതമല്ലാത്ത ഒരുപാട് ഹംബിൾ ആയിട്ടുള്ള പ്രവർത്തികളിലൂടെ സൂപ്പർ ഹീറോ ആയി അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സൂപ്പർ ഹീറോ ആയി മാറിയ താരമാണ്. ഓരോ സിനിമ കഴിയുമ്പോഴും തൻ്റെ കഴിവിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട്, ആക്ടർ എന്ന നിലയിൽ സ്വയം ചാലഞ്ച് ചെയ്തുകൊണ്ട് ഓരോരോ പ്രോജക്ട്സ്, we are seeing him as a wonderful actor, as a promising actor in every film that he is getting committed to. And now ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാം, ഈ സൂപ്പർ ഹീറോ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലാണ് എന്നുള്ളത്. So Kochi, are you ready to welcome our superhero on stage? If yes, join me in welcoming our very own Tobino. ഭയങ്കര ഒച്ചയില് കൊച്ചി വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര ഒച്ചെടുത്തിട്ട് അവിടെ നിന്ന് ഒച്ച തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. ഞാനാണ് അവിടെ ഇരുന്ന് ഉരുകേണ്ടത്. ആ ഒച്ച നമുക്ക് അറിയിക്കണ്ടേ? അല്ല, ഒച്ച ഉണ്ടായിരുന്നു കേട്ടോ. റെഡിയാണോ കൊച്ചി? ഇപ്പൊ റെഡിയാണോ? അതിനുള്ള ആളൊന്നും ഇല്ല അവിടെ. ഇത്രയും പേര് മതി അല്ലേ? ഉള്ള ആൾക്കാരെ വെച്ച് നമ്മൾ പവർ കാണിക്കും അല്ലേ? അപ്പൊ ഇത് നമുക്കൊരു ചാലഞ്ച് ആണ്. ടോവിനോ തോമസ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ അത്രയും ഒച്ച വെക്കത്തില്ല, അത്രയും ബഹളം വെക്കത്തില്ല, അത്രയും ഓളം ഉണ്ടാക്കത്തില്ല. നമുക്കൊന്ന് കാണിച്ചാലോ? ഞാൻ പൊക്കോട്ടെ. ഇല്ല, ഇത് നമ്മളൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്ത് നമ്മൾ ഒച്ച വെച്ച ക്രൗൺ ക്ലാസ് മാത്രമല്ലേ, കൊച്ചിനെ മൊത്തം ഒന്ന് അറിയിച്ച് നമുക്ക് ആഘോഷിക്കാം അല്ലേ? കൂടെ നിൽക്കണം, നാട്ടിക്കരുത് പ്ലീസ്. സോ എവരിബഡി ഫോർ a superhero ടോവിനോ തോമസ്. 3 2 1. ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഹാപ്പി ആയോ? ഞാനിവിടെ എന്നിട്ട് ഇങ്ങനെ കാണിച്ച് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് Okay. നമുക്ക് അല്ല, എപ്പോഴും അതെ, നമ്മൾ എത്ര ഹൈപ്പ് കൊടുത്ത് ഇൻട്രോ കൊടുത്ത് വെൽക്കം ചെയ്താലും ആളിങ്ങനെ നാണിച്ച് ചിരിച്ച് അങ്ങനെയാണ് സ്റ്റേജിലേക്ക് വരും. ഒരു മാസ് എൻട്രി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും ആ ഹംബിൾ ആയിട്ടുള്ള ചിരി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. And that's why you are our superhero. ജീവിതത്തിൽ അത്ര മാസമൊന്നുമല്ല, ഒരു ഫീൽ ഗുഡാ. ഓക്കെ, അപ്പോ വർഗീസ് പീറ്റർ, ആക്ച്വലി ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫിലിമിൽ ഉള്ള ഒരാൾക്ക് ഒരു ലോങ് വോയിസ് അയച്ചു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. ടോവിനോ ചേട്ടൻ ഇത്രയും ചെയ്തത് ഒരുപാടുണ്ട് നല്ല മൂവീസ്, ബട്ട് ഈ ഒരു മൂവി ഭയങ്കരമായിട്ടുള്ള ഇന്നസെൻസ് ആണെങ്കിലും ഫൈറ്റ് സീൻസ് ആണെങ്കിലും കരച്ചിലെല്ലാം എത്ര ബ്യൂട്ടിഫുള്ളി ആണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും പറഞ്ഞു ലൈഫിൽ ഇത്രയും സിനിമാസിലെ ഒരു ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത് തന്നെ ഒരു മൂവി തന്നെ ആയിരിക്കും നരിവേട്ട അല്ലേ? സോ വർഗീസ് ഫീച്ചർ ആയിട്ട് ചെയ്തു. ഇപ്പോൾ നരിവേട്ട മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് ടു സേ നൗ? ആദ്യം തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട അലിസൺ സ്റ്റീഫൻ, ഇന്ദിരേട്ടൻ തുടങ്ങി നമ്മളുടെ ഈ സിനിമയുടെ ഭാഗമല്ല എന്നേ ഉള്ളൂ. ഞാനും ഇന്ദിരേട്ടനും തമ്മിലുള്ള അടുപ്പമൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഏത് പാതിരാത്രിക്കാണെങ്കിലും ഇന്ദിരേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്ന് ശല്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള കുറച്ചെങ്കിലും ഞാൻ രാജുവേട്ടനും തമ്മിലുള്ള ബന്ധമൊക്കെ അടുപ്പമൊക്കെ ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ
ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടുപ്പമുണ്ട്. അത് മാത്രമല്ല, പണ്ട് മൊയ്തീൻ കണ്ടിട്ട് ചേട്ടൻ ഡബിങ് സ്റ്റുഡിയോയിൽ നിന്ന് എൻ്റെ കുറച്ച് സീൻസ് കണ്ടിട്ട് അന്ന് എന്നെ ആർക്കും അറിയാത്ത ഒരു സമയത്ത് അന്ന് ഇന്ദിരേട്ടൻ എന്നെ പറ്റിയിട്ട് വളരെ നല്ല കമന്റ് പറഞ്ഞത് അന്ന് മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഇന്നും ഇവിടെ വന്ന് വളരെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സീയിങ് സച്ച് സ്വീറ്റ് തിങ്സ് അബൌട്ട് യു. ചേട്ടൻ അങ്ങനെയാണ്, പൊതുവെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളിനെ നേരിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരുപാട് സന്തോഷം ചേട്ടാ. അത് മാത്രമല്ല, മറ്റ് ഇന്ന് ഇവിടെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. പിന്നെ ഇനി ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എല്ലാവരും വളരെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് ഞാനും അനുരാജും, അല്ലെങ്കിൽ ഷമീറും. ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ളതാണ്. ജയ്സേട്ടൻ എത്രയോ പടങ്ങളും ഞങ്ങൾ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്തതും ചെയ്യാൻ പോകുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, ഇപ്പോൾ ആക്ടേഴ്സായിട്ടും ടെക്നീഷ്യൻസും ആയിട്ട്. അതുപോലെ ഈ സിനിമയിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നവർ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ അടുപ്പമായവരുണ്ട്, പുതുതായിട്ട് പരിചയപ്പെട്ട് വളരെ അടുപ്പമായവരുണ്ട്. അങ്ങനെ എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. സിനിമ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെയായിരുന്നു. എല്ലാവരും സ്പെഷ്യൽ മെമ്മറി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരുപോലെ എല്ലാവരും ഈ സിനിമ നന്നാവണമെന്ന് ആഗ്രഹിക്കുകയും വി വർ ഓൺ ദ സെയിം പേജ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു അത്യാവശ്യം ഹെക്ടിക്കൊക്കെ ആവേണ്ട ഷൂട്ട് പോലും എല്ലാവരുടെയും സഹകരണം കാരണം കൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും അതോടൊപ്പം അതിന് വളരെ കട്ടയ്ക്ക് കല്ലുപോലെ കൂടെ നിന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സിനിമയുടെ തുടക്കം മുതൽ, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് മുതൽ സിനിമ ഇറങ്ങി ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ അനുരാജും ടിപ്പും എന്നെ കാണാൻ വേണ്ടി തൊടുപുഴ വന്ന് ഞങ്ങൾ അവിടെ ഒരു ദിവസം എന്നെ അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം പോകുന്നതാണ്. അങ്ങനെ ഇതൊരു സിനിമയ്ക്ക് അപ്പുറത്തും ഉള്ളൊരു സൗഹൃദങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. നമ്മൾ കുറേ നാൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അടുപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ദിവസത്തെയും ഷൂട്ട് നമുക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അതിനുശേഷം വൈകുന്നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കാനും പേഴ്സണൽ കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്യാനും അടുപ്പമുള്ള ആളുകൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ ആയിട്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ അത് ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ വിഷമമാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിത് വെറുതെ ഒരു സക്സസ് മീറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു പറയാൻ വേണ്ടി പറയുന്നതാണ്. അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഇത് നമ്മൾ ഈ സിനിമയുടെ പാക്കപ്പ് പാർട്ടിക്കും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും സന്തോഷത്തോടെ എല്ലാവരും ഒരു ടീമായിരുന്നു. അതായത് ഒരു കോമൺ എനിമിയൊക്കെ ഉണ്ടാവും ചില സിനിമകളിൽ. അത് ചിലപ്പോൾ നായകനാവും, അയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ട് എന്ന് ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ പ്രൊഡ്യൂസർ ആവും, ചിലപ്പോൾ ഡയറക്ടർ ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളൊക്കെയാണ്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു കോമൺ എനിമിയെ പോലും ഇല്ല. എല്ലാവരും, അതായത് ഒന്നും ആ എനിമിറ്റി എന്ന് പറയുന്നതും അത് അങ്ങനെ ശത്രുതയല്ല. പക്ഷെ അതേ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് അത്ര അടുപ്പമില്ലാത്ത ഒരാള് ചിലപ്പോൾ ലൊക്കേഷനുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമോ അല്ലെങ്കിൽ സിനിമ ഓടിയിട്ട് ഇറങ്ങുന്ന ദിവസമോ മാത്രമല്ല ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിജയമാവുന്നത്. ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഓരോ ദിവസവും നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അതൊക്കെ വിട്ട് സിനിമയിലേക്ക് വന്ന് സിനിമയിൽ നിൽക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഞാൻ എനിക്ക് അത്രയൊന്നും ആഗ്രഹമില്ലാത്ത ഒരു ജോലിയിൽ നിന്ന് വന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനുള്ള ഭാഗ്യം കിട്ടിയാണ് ഞാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഓരോ ദിവസവും നമുക്ക് ആസ്വാദികരമാവുക എന്ന് പറയുന്നത് സിനിമ വിജയിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ വിജയ പരാജയം ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ജോലി എന്നുള്ളതിനേക്കാൾ എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഒരു സിനിമ ഉണ്ടാവുന്നു. അതിൽ മാജിക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹാപ്പൻ ചെയ്യുന്ന മാജിക് നമ്മൾ ആസ്വദിക്കുന്നു. അത് പ്രേക്ഷകർക്ക് നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നവും ഇഷ്ടമൊക്കെ ആയിട്ട് ആ സിനിമയായിട്ട് പ്രേക്ഷകർക്ക് വെച്ചു കൊടുക്കുന്നു. അവരത് കാണുന്നു, ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു, ഇതിനകത്തുള്ള പെർഫോമൻസുകൾ ശ്രദ്ധിക്കപ്പെടുന്നു, ഇതിനകത്ത് പറഞ്ഞ ആശയം ആളുകൾക്ക് മനസ്സിലാവുന്നു, ഒരു ഓർമ്മപ്പെടുത്തലാവാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായി സഞ്ചരിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോ ടെക്നീഷ്യൻസിനോടും, ഓരോ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കോ ആക്ടേഴ്സിനോടും, അതുപോലെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞൊരു മെയിൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും
മേജർ ആർട്ടിസ്റ്റുകളും അല്ലാതെ ദിവസേന ഒരു കുറച്ച് ദിവസങ്ങളോളം ഒരു 1-2 ആഴ്ചയൊക്കെ 1000 പേരൊക്കെ സിനിമ സെറ്റുകളിൽ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മളൊരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് അവിടെ എല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ അത് ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് അങ്ങനെ സീക്വൻസുകളൊക്കെ ഷൂട്ട്. അപ്പൊ അവരോട് ഓരോരുത്തരോടും അവിടെ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ആളുകളോടും നമ്മളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പം മോഷനാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ട് ആണെങ്കിലും തുടങ്ങി ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന കോസ്റ്റ്യൂം തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷവും അറിയിക്കുന്നു. അപ്പോൾ ബേസിക്കലി അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുള്ള ഒരു ഓർമ്മയായിരുന്നു. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയും സന്തോഷവാനായിട്ടുള്ള ലാഭം കിട്ടിയ നഷ്ടം സംഭവിക്കാത്തൊരു പ്രൊഡ്യൂസർ ബാക്കി ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുള്ള സൗഹൃദവും നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ചേരൻ സാറിന് ഇത് ഞാൻ പല വേദികളിലും ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മള് ഒരുപാട് മുമ്പ് ഞാനൊക്കെ സിനിമ എന്ന് പറയുന്ന ആഗ്രഹിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇവിടെയൊക്കെ തരംഗമായ സിനിമയാണ് ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന സിനിമ. അന്ന് മുതൽ അത് മാത്രമല്ല, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചത് കാരണം കൊണ്ട് മറ്റ് സിനിമകളും എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ അതിനു മുമ്പ് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ ടച്ചിലുണ്ടായിരുന്നതാണ്. ഈ സിനിമയിൽ വന്നപ്പോൾ കുറച്ചും കൂടെ അടുപ്പം കൂടുതലായി. അത് ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. പിന്നെ സുരാജേട്ടൻ, നമ്മുടെ കൃഷ്ണൻ ഞങ്ങൾ കുറെ സിനിമകളായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ തുടങ്ങി ഒരുപാട് നമുക്ക് ഓരോരുത്തർ ആരുടെയും പേര് വിട്ടുപോയാൽ വിഷമമാവും എന്നുള്ള കാരണം കൊണ്ടാണ് എല്ലാവരും എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇനിയും നമുക്ക് കുറെ സിനിമകൾ ചെയ്യണം, നമുക്ക് അടിച്ചു പൊളിക്കാം. താങ്ക് യു സോ മച്ച്. ആബ്സല്യൂട്ട്ലി. സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ വിജയമായ സിനിമയാണ് നരവേട്ട എന്നാണ് ടോവിനോ തോമസ് നമ്മുടെ സ്വന്തം ടോവിനോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഷൂട്ടിംഗ് മുതലേ വിജയിച്ച സിനിമ അത്രത്തോളം എൻജോയ് ചെയ്ത് ഒരു പ്രോസസ്. ഇറ്റ് വാസ് സോ ലവ്ലി ടു ഹിയർ ടു യു. ആൻഡ് ഓൾസോ അനുരാജ് സാർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്ത സമയത്ത് യു വർ സ്റ്റാൻഡിങ് ആസ് എ സേവിയർ ടു കണ്ടിന്യൂ ദ ജേർണി ഓഫ് നരവേട്ട. സേവിയർ അല്ല, ഫ്രണ്ട്. ഐ ആം എ വെരി ഗുഡ് ഫ്രണ്ട് ടു ഹാവ്. ആസ് എ ഫാമിലി, യെസ്, ഫ്രണ്ട്. സേവിയറെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ ടെക്നിക്കലി കുറച്ചുകൂടെ ബെറ്റർ വേർഡ്. എല്ലാവരും ഒരു ഫാമിലി തന്നെയാണ് നരവേട്ട. ആൻഡ് ഒരു കാര്യം കൂടി, നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായി ഒന്നും കൂടി നമ്മൾക്ക് ടൊവിനോ ചേട്ടൻ നമ്മളെല്ലാം കുറച്ചുകൂടി ഒരു പ്രൗഡ് ആക്കിയിരിക്കുകയാണ്. സെപ്റ്റിമിയാസ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് അല്ലേ. ഒരുപാട് സന്തോഷം. പ്ലീസ് ഗിവ് മീ ബിഗ് അപ്ലോസ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. സോ അതിനെപ്പറ്റി ഒരു 2 വാക്ക് കൂടി സംസാരിക്കാമോ പ്ലീസ്? അത് എനിക്കെന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് തന്നെ ആ അവാർഡ് കിട്ടി എന്ന് പറയുന്നത് അത് ഈ സക്സസ് സെലിബ്രേഷനിൽ വെച്ച് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് എന്താ പറയുക, ആ അവാർഡ് ഫംഗ്ഷന് ഞാൻ പോവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഒരു അത് ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ, ബെസ്റ്റ് അമേരിക്കൻ ആക്ടർ, ബെസ്റ്റ് ആഫ്രിക്കൻ ആക്ടർ, ബെസ്റ്റ് ഓഷ്യാനിക് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോണ്ടിനെന്റിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ നമുക്ക് ഇതുപോലെ ഒരു വലിയ റൂമിനകത്ത് പല കോണ്ടിനെന്റുകളിൽ, ഒരു കോണ്ടിനെന്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നിന്നൊക്കെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പൊ ഒരു നമ്മുടെ ലോകത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഇരിക്കുന്ന ഒരു ഹോളാണ്. ആ ഹാളിലിരിക്കാനും അവിടെ വരുന്ന ആളുകളെ കാണാനും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം പോയത്. അന്ന് 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് എനിക്ക് സെപ്റ്റിമിയസ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറം ആംസ്റ്റർഡാമിലേക്ക് പോകാനൊരു കാരണം വീട്ടിലും നാട്ടിലും സിനിമ സെറ്റുകളും ഇതൊക്കെ പറയാനായിട്ട് വെറുതെ എനിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞാലും വിടുമല്ലോ. അത് കാരണം കൊണ്ട് ഈ അവാർഡ് ഫംഗ്ഷന് നോമിനേഷൻ കിട്ടിയപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ആരോടും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്ന് ഭാഗ്യവശാൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റേ ആൾക്കാർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും നോമിനേറ്റഡ് ആയിട്ടുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് അത് ഈ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. We are also so happy. അച്ചീവ്മെന്റ്സ് അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു പേഴ്സണൽ വിക്ടറി പോലെ തന്നെ തോന്നുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇത് പേഴ്സണൽ വിക്ടറി എന്നുള്ളതിനേക്കാളും ഇത് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു ഏകാംഗ നാടകം അവതരിപ്പിച്ചിട്ട് കിട്ടുന്ന അവാർഡല്ലല്ലോ. അപ്പൊ ഞാനിതിനകത്തൊരു സീനിൽ അഭിനയിക്കുകയാണെങ്കിൽ പോലും ആ സീനിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഫ്രെയിമിൽ കാണാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ആവേശപ്പെട്ട അവരെയാണ് നമ്മളിന്ന്
അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? ഇത്രയും നേരം അവാർഡ്സ് കൊടുത്തവരൊക്കെ ഈ മൂവിയുടെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട്. അതായത് ഞാൻ ഇപ്പൊ ഈ സിനിമയില് ഒരു പ്രധാന വേഷം അഭിനയിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനല്ല ഈ സിനിമ എന്നെനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മറ്റുള്ള എല്ലാവരെയും പോലെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് മാത്രമാണ് ഞാൻ, ഒരു ആക്ടർ, ഏത് ആക്ടർ ആണെങ്കിലും. ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി ടോവിനോ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തലയൊക്കെ ആട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതോ ലോകത്താണ്. ആദ്യമായിട്ട് ഇത്ര അടുത്ത് കണ്ടോണ്ട് ഒരുപാട് സന്തോഷം. അറിയില്ല, സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞല്ലേ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചേ. ചോദിച്ചേട്ടനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ആളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിലുള്ളത് എന്താണെന്നറിയോ? സൂപ്പർമാൻ. ഓക്കേ, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർമാൻ ഇത് എനിക്ക് നമ്മുടെ മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസേഴ്സിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള അന്ന് കെവിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഭയങ്കര സൂപ്പർമാൻ ഫാനാണെന്ന് കെവിനും അറിയാം, കെവിനും ഭയങ്കര സൂപ്പർ ഹീറോ ഫാനാണ്. അപ്പൊ അങ്ങനെ അന്ന് ആ സമയത്ത് കിട്ടിയത്. Thanks a lot. A big thank you for being a superhero and upcoming projects ആയിട്ട് നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നു. Thanks a lot. Thank you so much. We are resuming our celebrations and this time, ladies and gentlemen, ഒരുപാട് റെസ്പെക്ട്, ഒരുപാട് ആവേശം, സന്തോഷം, മിക്സ്ഡ് ഇമോഷൻസിലാണ് ഇനി നമ്മൾ അടുത്ത താരത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ സിനിമയിൽ നമുക്ക് ഏറ്റവും അധികം ദേഷ്യം തോന്നിയ ഒരു ക്യാരക്ടറാണ്. വി ഓൾ നോ ഒരുപാട് ലെയർ ഓഫ് ഇമോഷൻസ് നരിവേട്ട നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിൽ ദേഷ്യം, അമർഷം, അങ്ങേയറ്റത്തെ വിദ്വേഷം, ഇതെല്ലാം നമുക്ക് സമ്മാനിച്ച ക്യാരക്ടറാണ്. ആൻഡ് whom we are talking about, it is about Raghuram Keshav Das. And we all know 4 times National Film Award winner ആണ്, 5 times Tamil Nadu State Film Award winner ആണ്. It's time for us to welcome Sherin sir on stage. Yes everyone, please give him a big enough applause. നമ്മൾ എല്ലാവരും പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് ചൂടുവെച്ചിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് എപ്പോഴും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. ഒരുപാട് സന്തോഷം. ആൻഡ് നമ്മൾ ലൈഫിൽ എപ്പോഴും കാണില്ല ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവർ. നമുക്ക് ചിലരെ കാണുമ്പോൾ ദേഷ്യമല്ല, അതൊരു ആക്ടറുടെ ക്വാളിറ്റിയാണ്. You did that role amazing. It was so good. And this is your first Malayalam movie, right? So this will be special for you. What would you like to say now? All of us Malayalis hated your character. We are a bit sad about that. But still, we were so amazed by the performance that you brought into that character. Like I said, ഒരുപാട് ദേഷ്യം നമുക്ക് തോന്നി, അത്രത്തോളം അമർഷം തോന്നി. That's because of your talent, the performance that you have brought to Raghuram Keshav Das. So how are you feeling being here in Kerala with your first Malayalam cinema? Over to you, sir. வணக்கம் எல்லாருக்கும். ஃபஸ்ட்டு தேங்க்ஸ் சொல்கிறது அனுராஜ் இஸ் த ஒன்லி ரீசன் நான் இங்கே நிற்கிறதுக்கு. எல்லோரும் எனக்கு நண்பர்கள் தான். பட் என்னை மலையாள படத்தில் நடிக்கணும் அப்படின்னு ஃபஸ்ட்டு திங்க் பண்ணது அனுராஜ். லிஸ்டின்லாம் எனக்கு ஃப்ரெண்டு தான், ஆனால் என்னை கூப்பிடவே இல்லை ஒரு படத்துக்கு கூட. சென்னையில் ஒரு நாள் நான் நடித்தேன் டிராஃபிக் படத்தோட தமிழ். பட் அதுக்கப்புறம் எனக்கு தேங்க்ஸ் சொல்ல வேண்டியது ப்ரொடியூசர்ஸ் 2 பேரும். இந்த வாய்ப்பு கொடுத்ததுக்காக இல்லை, இந்த படத்தை எடுத்ததுக்காக. ஸோ இந்த படத்தை எடுத்ததுன்றது ஒரு முக்கியமான ரீசன். நீங்கள் ஃபஸ்ட்டு படமே ஒரு மைல்கல் ஃபிலிம் எடுத்திருக்கீங்க, மலையாள இண்டஸ்ட்ரியில் ஒரு முக்கியமான படம். ஸோ அது உங்களுக்கு ஒரு பெரிய பேர். நீங்கள் தொடர்ந்து நிறைய படங்கள் பண்ணணும், நிறைய நல்ல படங்கள் பண்ணணும். அதுக்கு அடுத்து நான் இந்த படத்தில் நடித்ததுக்கு முக்கிய காரணம் நான் நினச்சிக்கிட்டது, எனக்கு சந்தோஷமா டொவியோட நடிக்கிறது. ஸோ டொவி எனக்கு ரொம்ப பிடிச்ச ரொம்ப நான் ரசிக்கிற ஒரு ஆர்டிஸ்ட் எப்போவுமே. ஃப்ரம் த பிகினிங் அவர் சொல்லுவார் என் படம் அவருக்கு பிடிக்கும் அப்படின்னு. பட் எனக்கு அவர் படங்கள் ரொம்ப பிடிக்கும். ஸோ நல்ல ஆக்டர். அவரோட அந்த எக்ஸ்பீரியன்ஸ் எனக்கு ரொம்ப சந்தோஷமாக இருந்தது. ஒரு 35 days அவரோட ட்ராவல் பண்ண நாட்கள் எனக்கு ரொம்ப, ஆக்சுவலி இந்த படத்தோட படப்பிடிப்பே எனக்கு ரொம்ப ஹாப்பியாக இருந்தது என்னோடய லைஃப்பில். ஸோ அந்த வயநாட்டில் அதை வயநாடை நான் ரொம்ப மிஸ் பண்ணுறேன். இப்போது திருப்பி ஒரு நாள் மறுபடியும் வயநாட்டுக்கு போகணும்னு தோணுது மைண்டு. ஸோ அப்படிப்பட்ட ஒரு லொக்கேஷன் அது ரொம்ப அழகாக இருந்தது. அதில் நடித்த எல்லாருமே ரொம்ப சிறப்பாக நடிச்சிருந்தாங்க. ஆர்யா, தம்பி எல்லாருமே ரொம்ப சிறப்பாக நடிச்சிருந்தாங்க.
முக்கியமாக கேமராமேன் விஜய், இன்னைக்கு ஆளுக்கான விஜய் எங்கேன்னு தெரியல, பட் விஜய் ஒர்க் ரொம்ப நல்லா இருந்தது இந்த படத்துக்கு. அப்புறம் மியூசிக் டைரக்டரோட ஒர்க். ஸோ நீங்கள் எல்லாரும் சேர்ந்து எனக்கு கொடுத்த வாய்ப்பு தான் நான் மலையாள படத்தில் நடித்ததும் இங்கே நிற்கிறதும். ஸோ உங்கள் எல்லாருக்கும் என்னோட தேங்க்ஸ். நன்றி. Thank you so much, sir. So there were lots of good memories, right? Right. Yeah, okay, thank you so much. So now, We also look forward to you being part of more and more Malayalam films so that we don't have to hate your character maybe next time. அடுத்த படத்தில் ஒரு நல்ல கேரக்டர் பண்ணுவோம், தேசியமான கெட்ட கேரக்டர் பண்ணாமல். Listed என்னை எல்லாரும் not தமிழ்நாட்டில் திட்டுறாங்க. ലിസ്റ്റിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? Given a thumbs up. ലിസ്റ്റിൻ കള്ളൻ അത് കൊടുക്കാതെ. നെക്സ്റ്റ് ടൈം കണ്ടുപ്പാ തരും. Okay. Thank you, sir. We also invite you to present mementos to some of the people who have worked for the film, who have been a part of the film. Thank you so much. Requesting you to kindly remain